ജമ്മുവിലെ അർണിയ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ BSF മയക്കുമരുന്ന് കയറ്റുമതി ചെയ്ത പാകിസ്ഥാൻ ഡ്രോൺ തടഞ്ഞു. 495 ഗ്രാം മയക്കുമരുന്നാണ് കടത്തിയത്. മയക്കുമരുന്ന് മാത്രമല്ല, അതിർത്തിക്കപ്പുറത്തുനിന്ന് പാകിസ്ഥാൻ ആയുധങ്ങൾ നിറച്ച ഡ്രോണുകളും അയക്കാറുണ്ട്. നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റം ശക്തമാക്കാനും ആയുധങ്ങൾ അയക്കാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നതിനാൽ ജമ്മു കാശ്മീരിലുടനീളം ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ സമീപകാലത്ത് നിരവധി ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനുമായി 740 കിലോമീറ്റർ ദൈർഘ്യമുള്ള നിയന്ത്രണ രേഖയും 1200 കിലോമീറ്ററിലധികം നീളമുള്ള രാജ്യാന്തര അതിർത്തിയുമാണ് ജമ്മു കാശ്മീരിലേത്. നിയന്ത്രണ രേഖയിലെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ സൈന്യം ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിലും ജമ്മു കാശ്മീരിലെ മറ്റു പ്രദേശങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടുകയാണ്. അതേസമയം അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഒരു പ്രത്യേക ആന്റി ഡ്രോൺ യൂണിറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. 2024 260-ലധികം ഡ്രോണുകളാണ് കണ്ടെടുത്തത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ 6300 കിലോമീറ്റർ ദൈർഘ്യമുള്ള അന്താരാഷ്ട്ര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് നിലവിൽ. ഏകദേശം 2.65 ലക്ഷം സൈനികരുടെ സേനാംഗങ്ങളുള്ള BSF ഇന്ത്യയുടെ അതിർത്തികളിലെ സുരക്ഷാ ലംഘനങ്ങൾ തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.